ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്രോക്സിമേഷൻ ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു സ്റ്റെപ്പ് ഫങ്ഷൻ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്രോക്സിമേഷനാണ് പറയുന്നത്. ആക്ച്വലി അവർ രണ്ടുപേരും എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു അപ്രോക്സിമേഷൻ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേഷൻ ബൈ സ്റ്റെപ്പ് ഫങ്ഷൻ. ആദ്യം അവർ സ്റ്റെപ്പ് ഫങ്ഷൻ്റെ ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ലെറ്റ് ഐ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ബി ആൻ ഇൻ്റർവൽ ആൻഡ് ലെറ്റ് എസ് ഫ്രം ഐ ടു ആർ. Then S is called a step function if it has only a finite number of distinct values, each value being assumed on one or more intervals in I. എന്താ പറയുന്നത്, എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഐയിൽ നിന്ന് ആറിലേക്ക് ഒരു ഇൻ്റർവെല്ലിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതൊക്കെ എന്തായിരിക്കും, സം ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിരിക്കും. അതായത് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് സെറ്റിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവെല്ലിനെ സബ് ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓരോ ഇൻ്റർവെല്ലിനും ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിനും സെയിം ആ വാല്യൂസ് വരാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ സ്റ്റെപ്പ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ഇൻ്റർവെല്ലിൽ രണ്ട് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷനേ ആവില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സബ് ഇൻ്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ അവർ മാപ്പ് ചെയ്യുന്ന വാല്യൂസ് എന്താവാം, സെയിം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ താഴൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇവിടേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, -2,2 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശരിക്കും അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -2,3യിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, -2 to 1 വരെ -1 to 0 വരെ 0, 0 to 3/2 വരെ 1, 3/2 to 2 വരെ 2, 2 to 3 വരെ 1. അപ്പോൾ അവിടെ നോക്കാം, 0 to 3/2 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിന് മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2,3 എന്ന് പറയുന്നതും മാപ്പ് ചെയ്യുന്നത് 1ലേക്ക് തന്നെയാണ്. അപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സബ് ഇൻ്റർവെൽസ് മാപ്പ് ചെയ്യുന്നത് സെയിം വാല്യൂവിലേക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, -1, 0, 1, 2 ഈ 4 വാല്യൂസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഫൈനൈറ്റ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസാണ് എഫ് ഓഫ് എക്സിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഗ്രാഫിൻ്റെ ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. -2 to -1 വരെ എന്ത് കൊടുത്തു, -1. ഇനി -1 to 0 വരെ 0, 0 to 1/2, 0 to 3/2 വരെ 1, 3/2 2 വരെ 2 കൊടുത്തിട്ടുണ്ട്, 2 to 3 വരെ 1ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. The following theorem shows how a continuous function on a closed bounded interval can be approximated arbitrarily closely by step function. ഓക്കെ, ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത തിയറത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ലെറ്റ് ഐ ബി എ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. If epsilon greater than 0, then there exists a step function s epsilon from I to r such that mod f of x minus s epsilon of x less than epsilon for all x belongs to I. അപ്പോൾ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് കൂടിയാണ്. ഇനി ഏതൊരു എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും കറസ്പോണ്ടിങ് ഒരു എസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ ആയിരിക്കും. നമ്മളിവിടെ എടുക്കുന്ന ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ
അപ്രോക്സിമേഷനാണെന്ന് പറഞ്ഞു. ഓക്കെ, ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ അപ്രോക്സിമേഷനായിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ആക്ച്വലി ആ ഒരു അപ്രോക്സിമേഷൻ എത്രത്തോളം ഓരോ ഇൻ്റർവെൽസ് നമ്മളെടുക്കുന്ന ആ ഇൻ്റർവെലിനെ സബ് ഇൻ്റർവെൽസായിട്ട് ചെറുതാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ആ സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് ചെറുതാവുന്നതിനനുസരിച്ച് എന്ത് പറയാം, ആ സ്റ്റെപ്പ് ഫങ്ഷൻസൊക്കെ ആ കണ്ടിന്യൂസ് ഫങ്ഷനോട് ആക്ച്വലി ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സെയിം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ചെറിയൊരു ഡിഫറൻസ് അവർ തമ്മിൽ ഉണ്ടായിരിക്കെങ്കിലും എന്താണ്, ആ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ചിട്ട് ആ സ്റ്റെപ്പ് ഫങ്ഷൻ നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫങ്ഷനായിട്ട് ഏകദേശം ക്ലോസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് വഴിയെ കാണാം. അത് ആ പ്രൂഫിൻ്റെ അവസാനം അവരൊരു ഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൂഫ് നോക്കാം. ഈ തിയറത്തിൻ്റെ പ്രൂഫ് നോക്കാം. സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ബൈ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം, എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഐ. Hence, given any epsilon greater than 0, there exists a delta greater than 0 such that for any x comma y belongs to I, modulus f of x minus f of y less than epsilon whenever mod x minus y less than delta. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ നിന്ന് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പ്രകാരം ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസിൽ ഡിഫൈൻ ചെയ്തിട്ടിരിക്കുന്ന കണ്ടിന്യൂസ് ഫങ്ഷൻസൊക്കെ എന്തായിരിക്കും, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഐ ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ. ഈ എക്സും വൈ എന്നൊക്കെ പറയുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെല്ലിലെ ഐയിലത്തെ പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, let I equal to closed interval AB. Now, as a consequence of Archimedean property of real numbers, we can find an m belongs to set of all natural numbers such that b minus a by m less than delta. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ബി ആണ്. അങ്ങനെയെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്താണ്, ബി മൈനസ് എ ആണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഒരിക്കലും അത് മാറാനായിട്ട് പോകുന്നില്ല. സോ ഇറ്റ്സ് ലെങ്ത് ഈസ് ബി മൈനസ് എ. ഇനി എന്താ പറയുന്നത്, ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് പറയാം, ഏതൊരു റിയൽ നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിലും ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ n such that 1/n എന്ന് പറയുന്നത് ലെസ് ദാൻ ദാറ്റ് റിയൽ നമ്പർ. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നാച്ചുറൽ നമ്പർ nx എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് 1/nx എന്ന് പറയുന്നത് ലെസ് ദാൻ എക്സ് ആയിരിക്കും. ഓക്കെ, അതാണ് കോൺസിക്വൻസ് ഓഫ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ 3-4 കൊറോളറീസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്നാണിത്. ഇനി നമ്മൾ നോക്കാം, ഇവിടെ ഡെൽറ്റ ബൈ ബി മൈനസ് എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിയൽ നമ്പർ. ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെടുക്കുന്ന എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയി കിട്ടിയിരിക്കുന്ന ഡെൽറ്റയാണ്. ബി മൈനസ് എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഡെൽറ്റ ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി പ്രകാരം എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ. ഇവിടെ നമ്മൾ എം ആയിട്ടാണ്, സ്മോൾ ലെറ്റർ എം ആണ് കൺസിഡർ ചെയ്യുന്നത്. എം സച്ച് ദാറ്റ് 1/m എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ബൈ ബി മൈനസ് എ ആയിരിക്കും. സോ ദെൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി മൈനസ് എ ബൈ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഏത് ചെറിയ ഡെൽറ്റ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്തെടുത്താൽ മതി, സഫീഷ്യൻ്റ്ലി ലാർജ് ആയിട്ടുള്ള ഒരു എം നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ബി മൈനസ് എ ബൈ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് കിട്ടും. Now divide the interval I equal to closed interval AB into M non-overlapping intervals of length h equal to b minus a by m which is less than delta. എന്താ പറയുന്നത്, നമ്മൾ ഇപ്പോൾ നമുക്കൊരു ബി മൈനസ് എ ബൈ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവെൽ ഐനെ എം ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ പാർട്ടിൻ്റെയും ലെങ്ത്ത് എന്താണ്, ബി മൈനസ് എ ബൈ എം ആണ്. ഓക്കെ, ഓരോന്നിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത്, ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ എം ആണ്. അത് ഓൾറെഡി എന്താണ്, ലെസ് ദാൻ ഡെൽറ്റയാണ്.
Namely, I1 equal to closed interval a comma a plus h and ik equal to a plus k minus 1 h comma a plus hk. ഓക്കെ, എന്താ പറയുന്നത്? I1 എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? എ കോമ എ പ്ലസ് എച്ച് ആയിരിക്കും. I2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് എച്ച് കോമ എ പ്ലസ് 2h ആയിരിക്കും. I3 എന്ന് പറയുന്നത് എ പ്ലസ് 2h കോമ എ പ്ലസ് 3h. അങ്ങനെ നമ്മൾ ഐ കെ എന്ന് പറയുന്നത്, ഇൻ ജനറൽ ഐ കെ എന്ന് പറയുന്ന കേത്ത് ഇൻ്റർവൽ എന്തായിരിക്കും? എ പ്ലസ് കെ മൈനസ് 1h കോമ എ പ്ലസ് കെ എച്ച്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് എച്ച് കെ മൈനസ്, ഇപ്പോൾ ഐ കെ എന്ന് പറയുന്ന ഇൻ്റർവൽ ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? എ പ്ലസ് എച്ച് കെ മൈനസ് ബ്രാക്കറ്റിൽ എ പ്ലസ് കെ മൈനസ് 1h എന്നായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എച്ച് എന്നാണ് നമുക്ക് കിട്ടുക. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കലി ബി മൈനസ് എ ബൈ എം ആണ്. അതെന്തായാലും ലെസ് ദാൻ ഡെൽറ്റ ആണ്. അപ്പോൾ ഓരോ ഇൻ്റർവെലിൻ്റെയും ലെങ്ത്ത് എന്താണ്? ബി മൈനസ് എ ബൈ എം ആണ്. ആ ലെങ്ത്തുകൾ ലെസ് ദാൻ ഡെൽറ്റ ആണ്. ഫോർ കെ ഈക്വൽ ടു 2, 3, 4 എക്സെട്ര അപ് ടു എം. Since length of each subinterval ik is h, which is less than delta. From 1, it follows that the difference between any two values of f in each ik is less than epsilon. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ പറയുന്നത്? മോഡ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു ഐ കെ എന്ന് പറയുന്ന ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് എന്താണ്? ലെസ് ദാൻ ഡെൽറ്റ ആണ്. അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താ? ഓരോ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്, അതായത് സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ആ സബ് ഇൻ്റർവെല്ലിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? അതും ലെസ് ദാൻ ഡെൽറ്റ ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ ഫങ്ഷൻ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും ബൈ ദിസ് ഇക്വേഷൻ നമ്പർ 1 പ്രകാരം. Okay. Now define a function s epsilon from I to r as follows. നമ്മളിനി പറഞ്ഞു നമുക്കൊരു അപ്രോക്സിമേഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് നമ്മളിനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഐയിൽ നിന്ന് ആറിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫോർ എനി എക്സ് ബിലോങ്സ് ടു I equal to closed interval AB, x belongs to ik for some k equal to 1 to etc. up to m. And let us define s epsilon of x equal to f of a plus kh. For x belongs to ik, k equal to 1 to etc. up to m. എന്താ പറയുന്നത് ഇവിടെ? നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ എസ് എപ്സിലോൺ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് എ പ്ലസ് കെ എച്ച്. അതായത് ഒരു ഇൻ്റർവെൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് പോയിൻ്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ആ ഫംഗ്ഷൻ്റെ ആ ഇൻ്റർവെല്ലിലുള്ള വാല്യൂ. ഓക്കെ, അതായത് നമ്മൾ ഐക്യ എന്ന് പറയുന്ന ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് എ പ്ലസ് കെ മൈനസ് 1 ഇൻറ്റു എച്ച് ആണ്. റൈറ്റ് ഹാൻഡ് പോയിൻ്റ് എ പ്ലസ് കെ എച്ച്. ആ റൈറ്റ് ഹാൻഡ് പോയിൻ്റ് ആണ് നമ്മൾ ആ ഇൻ്റർവെല്ലിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂ. എസ് എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ആയിട്ട്. ഓക്കെ, ദെൻ എസ് എപ്സിലോൺ ഓഫ് എക്സ് ഈസ് കോൺസ്റ്റൻറ്റ് ഓൺ ഈച്ച് ഇൻ്റർവെൽ ഐ കെ ആൻഡ് ഹെൻസ് എസ് എപ്സിലോൺ ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓരോ ഇൻ്റർവെല്ലിലും നമ്മൾ എന്താ കൊടുക്കുന്നത്? എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് അവിടെ ഒരു വേരിയബിളും വരുന്നില്ല. എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്നത് എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആണ് നമ്മളവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആ ഇൻ്റർവെല്ലിൽ. സോ അതെന്താണ്? ഓരോ ഇൻ്റർവെല്ലിലും ഇതുപോലെ ഓരോ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എം സബ് ഇൻ്റർവെൽസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എം ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ് റേഞ്ച് സെറ്റിൽ വരുന്നത്. ഓക്കെ, അത് ഏതൊക്കെയായിരിക്കും? എഫ് ഓഫ് ഒന്നെന്ന് പറയണ്ട, I1 ആകുമ്പോൾ എന്തായിരിക്കും വരെ? എഫ് ഓഫ് എ പ്ലസ് എച്ച്. I2 ആകുമ്പോൾ എഫ് ഓഫ് എ പ്ലസ് 2h. I3 എഫ് ഓഫ് എ പ്ലസ് 3h വരും. I4 എഫ് ഓഫ് എ പ്ലസ് 4h വരും. എക്സെട്ര കേത്ത് ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് ഇൻ്റർവെൽ ആകുമ്പോൾ
എഫ് ഓഫ് ബി ആയിട്ട് വരും. ഓക്കെ, എഫ് ഓഫ് ബി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിൽ നമ്മൾ ഓരോ കോൺസ്റ്റൻ്റാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ എസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. Now, for any x belongs to closed interval AB, x belongs to ik for some k equal to 1 to etc. up to m, and hence modulus f of x minus s epsilon of x equal to modulus f of x minus f of a plus kh less than epsilon. Since x comma a plus kh belongs to ik. എന്താ പറയുന്നത്, നമ്മൾ ഏതൊരു എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന്, അതായത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ആ ഇൻ്റർവെല്ലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആ എക്സ് ഏതെങ്കിലും ഒരു ഇൻ്റർവെൽ ഐ കെയിൽ ഉണ്ടായിരിക്കും. കെ വാരീസ് ഫ്രം 1 to etc. up to m വരെ വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഐ കെ എന്ന് പറയുന്ന ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ഏതൊരു എക്സ് എടുത്തു, ആ എക്സ് ഏതൊരു ഐ കെയിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഐക്യത്ത് ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ അവിടുത്തെ ഐക്യത്ത് ഇൻ്റർവെല്ലിലെ എക്സുകളുടെ വാല്യൂസ് ഒക്കെ എന്താണ്, എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ആണ് അല്ലേ. എസ് എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ആയിരിക്കും. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ടും എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്ന് കിട്ടും. ഈ എക്സും എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻറ്റ്സ് ആണ്, ഐ കെ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ എലമെൻറ്റ്സ് ആണ്. ഐ കെ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എത്രയാണ്, എച്ച് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എം ആണ്. ഓക്കെ, ആ ബി മൈനസ് എ ബൈ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആണ്. അങ്ങനെയെങ്കിൽ ബൈ ഇക്വേഷൻ നമ്പർ 1 പ്രകാരം നമുക്ക് എന്ത് പറയാം, ഈ മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും അല്ലേ. ഏത് രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. കാരണം എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്, ദാറ്റ് ഈസ് മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആപ്സിലോൺ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ ആണെന്ന് നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ, അപ്പോൾ താഴെ നോക്കാം, അതിൻ്റെ ഗ്രാഫ് പോലെ അവർ അത് വരച്ചിട്ടുണ്ട്, അപ്രോക്സിമേഷൻ ബൈ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ആ നടുക്ക് വരച്ചിരിക്കുന്ന ഡാർക്കൺ ചെയ്തിരിക്കുന്ന ലൈനാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആ എഫ് ഓഫ് എക്സിന് നമ്മൾ എം ഇൻ്റർവെൽസ് ആയിട്ട് ഈക്വൽ ലെങ്ത് ഉള്ള ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഇൻ്റർവെല്ലിലും റൈറ്റ് ഹാൻഡ് പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസ് ആണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ സ്ട്രേറ്റ് ലൈൻ പോലെ നമുക്ക് കാണാം അല്ലേ. ഇനി അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഡോട്ടഡ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എപ്സിലോണും എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലോണും. അതായത് എഫ് ഓഫ് എക്സിൻ്റെ എപ്സിലോൺ നൈബർഹുഡ്. ഓക്കെ, ആ എപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ആര് വരുന്നത്, എസ് എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എപ്സിലോണിൻ്റെ വാല്യൂ ചെറുതാവുന്നതിനനുസരിച്ചിട്ട് ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മളെടുത്തിരിക്കുന്ന ഫംഗ്ഷനായിട്ട് ക്ലോസ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഇത്രയും ലെങ്ത്തുള്ള ഒരു സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഒരു ലെങ്ത്ത് വന്നത്. ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലൈൻ ഇത്രയ്ക്കും ലെങ്ത് ആയിട്ട് വന്നത്. നമ്മൾ ആ സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് ചെറുതാക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ആ ഫംഗ്ഷനായിട്ട് ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ വളരെ ക്ലോസ് ആയിട്ട് വരും. ചെറിയ 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 ലൈൻസ് ആയിട്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ലൈൻസ് ആയിട്ട് ലെങ്ത്ത്, സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് കുറയും തോറും ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മുടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷനായിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഇനി ഒരു കൊറോളറി ഉണ്ട്. ഈ കൊറോളറിയുടെ പ്രൂഫ് നമുക്ക് പഠിക്കാനൊന്നുമില്ല. അവർ താഴെ എഴുതിയിട്ടുണ്ട്, പ്രൂഫ് ഈസ് സിമിലർ ടു ദ പ്രൂഫ് ഓഫ് ദി തിയറ. നമ്മൾ തൊട്ട് മുകളിൽ ഇപ്പോൾ പറഞ്ഞ തിയറത്തിൻ്റെ പ്രൂഫിനോട് സിമിലറായിട്ട് തന്നെയാണ് ഇതും പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറോളറി നോക്കാം. ലെറ്റ് ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ
If epsilon greater than 0, there exists a natural number m such that if we divide I into m non-overlapping intervals ik having length b minus a by m, then the step function s epsilon defined by s epsilon of x equal to f of a plus kh for x belongs to ik, k equal to 1 to etc. up to m, satisfy mod f of x minus s epsilon of x less than epsilon for all x belongs to I. ഇതാണ് കൊറോളറി. തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തൊട്ട് മുകളിൽ പറഞ്ഞപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും, ദെൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ രൂപം എന്താണെന്നൊന്നും നമ്മളവിടെ പറഞ്ഞിരുന്നില്ല. ഈ കൊറോളറിൽ പറഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ എം എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മൾ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ എം നോൺ ഓവർലാപ്പിംഗ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, ആ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ എം ആണെങ്കിൽ ദർ എക്സിസ്റ്റ് then the step function s epsilon, then the step function s epsilon defined by, അങ്ങനെയെങ്കിൽ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മളവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എസ് എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറാണ്, അല്ലെങ്കിൽ ഈ ഒരു കൊറോളറി തന്നിട്ട് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന തിയറത്തിൻ്റെ പ്രൂഫ് തന്നെ കറക്റ്റ് സെയിം ആയിട്ട് നമ്മൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്നും അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ ബൈ ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷന് നമുക്ക് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം എന്നുള്ള ആ തിയറും ഒക്കെ അതിൻ്റെ പ്രൂഫും വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.